असम के बोडोलैंड टेरिटोरियल रीजन में भी हिमंता बिस्वा शर्मा की साख को तगड़ा धक्का लगा है। അസാമിലെ ബോഡോ ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി. സെപ്റ്റംബർ 22 നടന്ന തെരഞ്ഞെടുപ്പിൽ 40 സീറ്റുകളിൽ ഭൂരിപക്ഷം നേടി തിരിച്ചുവരവ് നടത്തിയത് ബോഡോ പീപ്പിൾസ് ഫ്രണ്ടാണ്. പ്രധാന എതിരാളിയായ ബി.പി.എഫ് അതായത് ഹാഗ്രാമ മോഹിലാരിയുടെ നേതൃത്വത്തിലുള്ള ബോഡോ പീപ്പിൾസ് ഫ്രണ്ട് 28 സീറ്റുകൾ നേടി ഏകപക്ഷീയമായ വിജയം ഉറപ്പിച്ചു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും 17 സീറ്റുകളാണ് അവർക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ഇത്തവണ വൻ മുന്നേറ്റം നടത്തി കൗൺസിൽ ഭരണം സ്വന്തമാക്കാൻ അവർക്ക് കഴിഞ്ഞു. മറുവശത്ത് കേന്ദ്രത്തിലും സംസ്ഥാനത്തിലും അധികാരത്തിലുള്ള ബി.ജെ.പി വെറും 5 സീറ്റുകൾ മാത്രമാണ് നേടിയത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നേരിട്ടെത്തി നിരവധി റാലികൾ നടത്തി വലിയ പ്രചരണം നടത്തി. എന്നാൽ വോട്ടർമാരുടെ വിധി ബി.ജെ.പിക്കെതിരെയായിരുന്നു. സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് അടിത്തറയായിരിക്കേണ്ട ബി.ടി.സി മേഖലയിലുണ്ടായ ഈ തോൽവി പാർട്ടിക്കും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടിയാണ് നൽകിയത്. വോട്ടർമാരുടെ പങ്കാളിത്തവും ഏറെ ശ്രദ്ധേയമാണ്. ഏകദേശം 78% പേർ വോട്ട് ചെയ്തു. ഇത് ബി.പി.എഫിയുടെ വിജയത്തിന് വലിയ കരുത്തായി. ഈ ഫലത്തിന്റെ രാഷ്ട്രീയ സന്ദേശം വളരെ വ്യക്തമാണ്. ബോഡോലാൻഡ് മേഖലയിലെ ജനങ്ങൾ ബി.ജെ.പിയുടെ ഭരണത്തെയും വികസന വാഗ്ദാനങ്ങളെയും അംഗീകരിച്ചില്ല. ബി.പി.എഫിയുടെ നേതൃത്വത്തോടുള്ള വിശ്വാസം വീണ്ടും ശക്തിപ്പെടുത്തി. അടുത്ത ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ഫലം പ്രതികൂലമായി ബാധിക്കുമെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. പ്രത്യേകിച്ച് ബി.ടി.സി ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ ബി.ജെ.പിയുടെ സ്വാധീനം കുറയാനും ബി.പി.എഫ് കൂടുതൽ ശക്തിയായി ഉയരാനും സാധ്യത കൂടുതലാണ്. അതായത് ബോഡോലാൻഡ് കൗൺസിൽ തെരഞ്ഞെടുപ്പ് ഫലം വെറും പ്രാദേശിക രാഷ്ട്രീയ വിജയം മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ബാധിക്കുന്ന വലിയ സന്ദേശമാണ് ഇതിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. असम के बोडोलैंड टेरिटोरियल रीजन में भी हिमंता बिस्वा शर्मा की साख को तगड़ा धक्का लगा है। बीजेपी की ये हार उसके संगठन और भविष्य पर बड़ा सवाल खड़ा करती है। देखिए ये रिपोर्ट। वोट चोरी को लेकर विपक्ष सरकार पर हमलावर है। इसी बीच एक तरफ बिहार का विधानसभा चुनाव होना है तो दूसरी तरफ असम के बोडोलैंड टेरिटोरियल रीजन यानी बीटीआर चुनाव में बीजेपी को करारा झटका लगा है, जिससे पार्टी की राज्य में नींव हिलती हुई दिख रही है। सबसे बड़ी बात तो यह है कि असम में 6 महीने बाद ही विधानसभा का चुनाव होना है और कांग्रेस दावा कर रही है कि इस बार वो असम में बीजेपी को बड़ी आसानी से हरा देगी। और अब जो चुनाव नतीजे असम से सामने आए हैं उससे कांग्रेस के ये दावे सच साबित होते हुए दिख रहे हैं। बीटीआर यानी बोडोलैंड टेरिटोरियल रीजन में बीजेपी की बड़ी हार हिमंता बिस्वा शर्मा के लिए भी एक बड़ा झटका मानी जा रही है। सबसे बड़ी बात तो यह है कि बीजेपी यहां क्षेत्रीय दलों से भी पीछे रह गई है। नतीजों की बात करें तो कुल सीटें 40 थी और बहुमत के लिए 21 सीटों की जरूरत थी। बीपीएफ को 28 सीटें मिली, बीजेपी को 5 तो वहीं यूपीपीएल को 7 सीटें मिली। बीपीएफ यानी बोडोलैंड पीपल्स फ्रंट ने 40 में से 28 सीटों पर जीत हासिल की है, जबकि बहुमत के लिए 21 सीटों की जरूरत होती है। यानी चुनाव में बीपीएफ को अकेले अपने दम पर बहुमत मिल गया है। बीजेपी को सिर्फ 5 सीटों पर बढ़त है, वहीं यूपीपीएल को मात्र 7 सीटों पर जीत मिली है। बता दें कि इस चुनाव में बीजेपी अकेले लड़ी थी। इसकी वोटिंग 22 सितंबर को हुई थी और इस चुनाव में 316 उम्मीदवार मैदान में थे। ये नतीजे बता रहे हैं कि बीटीआर चुनाव में जनता ने साफ कह दिया है कि 6 महीने बाद विधानसभा चुनाव में वो बदलाव की तरफ देख रही है। यह हार बीजेपी के लिए एक बड़ी चेतावनी मानी जा रही है। डीबी